Chapter 13 Limits and Derivatives. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് എക്സാമിന് ഫോക്കസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കൺസെപ്റ്റുകൾ അധികം പറയും, അതെല്ലാം എക്സാമിന് വേണ്ടി മാത്രമാണ്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള മുഴുവൻ കാര്യങ്ങളും വാരി വലിച്ച് പറയല്ല, ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇതിൽ പഠിക്കാനുള്ളത് ലിമിറ്റ് x tends to 2 x square plus 4x by 2x plus 8. ഇതാണ് ചോദ്യമെങ്കിൽ നമ്മൾ ചെയ്യുക, എക്സിന് 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 സ്ക്വയർ പ്ലസ് 4 into 2 by 2 into 2 plus 8 equal to 4 plus 8 by 4 plus 8 equal to 12 by 12 equal to 1 ആണല്ലോ. അപ്പൊ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ലിമിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മുകളിലും താഴെയും 0 വരുന്നില്ലെങ്കിൽ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മുകളിലും താഴെ വേണ്ട, താഴെ 0 വരുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വരുന്നില്ലെങ്കിൽ താഴെ 0 വരുന്നില്ലെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. താഴെ 0 വരുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്ന്. രണ്ടാമത്തത് നോക്ക്, പിന്നെയും പറയുന്നു, എക്സാമിന് വേണ്ടി മാത്രമാണ് ഈ കൺസെപ്റ്റുകൾ, എല്ലാ സമയത്തും ശരിയായിക്കൊള്ളണമെന്നില്ല. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ താഴെ 0 വരുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് താഴെ മാത്രം 0 വന്നു, ഇവിടെ മാത്രം 0 വന്നു, ഇവിടെ 0 അല്ലാത്ത വേറെന്തോ ഒരു നമ്പർ വന്നു, അങ്ങനെയാണെങ്കിൽ ഉത്തരം നോട്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് എഴുതി വെക്കാം. ഓക്കെ, ഈ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇത് പ്ലസ് ആണെങ്കിൽ നമ്മൾ എഴുതി വെക്കും ഇൻഫിനിറ്റി, ഈ വാല്യൂ മൈനസ് ആണെങ്കിൽ എഴുതി വെക്കും മൈനസ് ഇൻഫിനിറ്റി. ഒന്നുകൂടി ശ്രദ്ധിക്കൂ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ താഴെ 0 വരുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, താഴെ 0 വരികയാണെന്ന് വിചാരിക്കുക, ആ സമയത്ത് മുകളിൽ 0 അല്ലാതെ വരികയാണെങ്കിൽ ഉത്തരം ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ. താഴെയും 0യും മേലെയും 0 വരികയാണെങ്കിൽ, മുകളിലും താഴെയും 0 വരികയാണെങ്കിൽ, മൂന്നാമത്തെ കേസ്, ആ സമയത്ത് ഇനി പറയാൻ പോകുന്ന ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യും. 3 കേസാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ താഴെ 0 വരാതിരിക്കുക. താഴെ 0 വരുന്നില്ലേ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളി. താഴെ 0 വരുന്നുണ്ടോ, അപ്പൊ രണ്ട് കാര്യം നോക്കണം. മുകളിലത്തെ കാര്യം, മുകളിൽ 0 അല്ല വരുന്നതെങ്കിൽ ഉത്തരം ഒന്നില്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. നേരെ മറിച്ച് മുകളിലും താഴെയും ഒരുമിച്ച് 0 വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് x tends to 0 sin x by x is equal to 1, അല്ലെങ്കിൽ ലിമിറ്റ് x tends to 0 tan x by x is equal to 1, ലിമിറ്റ് x tends to 0 e raised to x minus 1 by x equal to 1. Next, ലിമിറ്റ് x tends to 0 log 1 plus x by x equal to 1. അതും അല്ലെങ്കിൽ ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a equal to n into a raised to n minus 1. ഈ ഇത്രയും കേസ് ഒന്നും ശരിയായില്ല എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് മാത്രം എൽ ഹോസ്പിറ്റൽ മെത്തേഡ് അപ്ലൈ ചെയ്യും. എന്താണ് എൽ ഹോസ്പിറ്റൽ മെത്തേഡ് എന്ന് പിന്നീട് പറയാം. ഓക്കെ, 0/0 ഫോർമാറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഈ റിസൾട്ടിലെ ഏതെങ്കിലും ഒരു റിസൾട്ട് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ലിമിറ്റ് x tends to 2 x square plus 4x by 3x plus 8 ചെയ്ത് നോക്കാൻ. അപ്പൊ x 2 വെക്കുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 4 into 2 by 3 into 2 plus 8 equal to 4 plus 8 6 plus 8 equal to
12/40. ഇത് വെട്ടിക്കളയുമ്പോൾ 6/7. നോക്കൂ, ലിമിറ്റ് x ടെൻസ് ടു 2 x സ്ക്വയർ പ്ലസ് 4x/3x പ്ലസ് 8 വന്ന മെത്തേഡ്. രണ്ടാമത്തെ ലിമിറ്റ് x ടെൻസ് ടു 3 x സ്ക്വയർ പ്ലസ് 2/4x പ്ലസ് 8. ഈ ചോദ്യം വന്നാലോ, എക്സിന് 3 വെക്കുമ്പോൾ 3 സ്ക്വയർ പ്ലസ് 2/4 into 2 plus 8 equal to 9 plus 2/8 plus 8 equal to 11/16. കണ്ടോ, ഇവിടെ ഒന്നും യാതൊരു കുഴപ്പമില്ല, സീറോന്റെ യാതൊരു പ്രശ്നവും ഇവിടെ വന്നിട്ടില്ല. എന്നാൽ മൂന്നാമത്തെ ചോദ്യം ലിമിറ്റ് x ടെൻസ് ടു 4 8. ഇതിന് ആൻസർ എന്താ? എക്സ് കണ്ടോടത്ത് 4 വെക്കുക, എക്സ് കാണാത്തടത്ത് ഒന്നും ചെയ്യണ്ട, ആൻസർ 8 തന്നെ വരും. ഓക്കെ, നാലാമത്തെ ലിമിറ്റ് x ടെൻസ് ടു 1 x സ്ക്വയർ മൈനസ് 1/x പ്ലസ് 4 വെച്ച് കൊടുക്കും. എക്സിന് 1 ആകുമ്പോൾ 1 സ്ക്വയർ മൈനസ് 1/1 പ്ലസ് 4 ഈക്വൽ ടു 0/5. മുകളിൽ മാത്രം 0 വന്നാലൊന്നും കുഴപ്പമില്ല. ഇവിടെ ഏതൊക്കെ കേസിലാണ് ഞാൻ പ്രശ്നം പറഞ്ഞത്? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ താഴെ 0, ആ താഴത്താണ് 0 ഒക്കെ പ്രശ്നം അല്ലെ. ഇത് മുകളിലാണ് 0, 0/5 എന്ന് പറഞ്ഞാൽ 0 ആണ്, നമുക്കറിയാം. അവിടെയും കുഴപ്പമില്ല. അഞ്ചാമത്തെ പ്രോബ്ലം നോക്ക്, ലിമിറ്റ് x ടെൻസ് ടു 1 x സ്ക്വയർ പ്ലസ് 4/x മൈനസ് 1. ഈ ചോദ്യമാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 1 വെക്കുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 4/1 മൈനസ് 1 ഈക്വൽ ടു 5/0. നോക്കൂ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ താഴെ 0 വരുന്നില്ലെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. താഴെ 0 വരികയാണെങ്കിലോ മുകളിലത്തെ നമ്പർ നോക്കിയിട്ട് വേണം ചെയ്യാൻ. മുകളിൽ നമ്പർ നോക്കുമ്പോൾ 5/0 അല്ലേ, അത് പോസിറ്റീവ് അല്ലേ, ഈക്വൽ ടു ഇൻഫിനിറ്റി. നേരെ മറിച്ച് ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, ആറാമത്തെ ലിമിറ്റ് x ടെൻസ് ടു 2 x സ്ക്വയർ പ്ലസ് 8/x സ്ക്വയർ മൈനസ് x സ്ക്വയർ പ്ലസ് 8 അല്ല, x സ്ക്വയർ മൈനസ് 8/x സ്ക്വയർ മൈനസ് 4. ഇതാണ് ചോദ്യമെങ്കിലോ 2 വെക്കുമ്പോൾ 2 സ്ക്വയർ മൈനസ് 8/2 സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു മൈനസ് 4/0 ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വേണം എഴുതി വെക്കാൻ. ഓക്കെ, മൈനസ് 4/0 ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വേണം എഴുതി വെക്കാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, മുകളിലും താഴെയും 0 വരുന്ന ചോദ്യം നോക്കാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മുകളിലും താഴെയും 0 വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? നോക്കൂ, എന്താണ് ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ x/x? നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ 2x/xോ? ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ എന്താക്കി മാറ്റുന്ന അറിയോ? ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ 2x/xൽ ഇവിടെയും 2 ചേർക്കും, ഇവിടെയും 2 ചേർക്കും. കാരണം ഇവിടെ x വന്നാൽ താഴത്തും ഇവിടെ എന്താണോ വന്നത് അതന്നെ ഇവിടെയും വരണം. അവിടെ 2x വന്നാൽ ഇവിടെയും 2x വരണ്ടേ? അങ്ങനെ 2x വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും 2 ചേർത്തത്. ഓക്കെ, ഇനി സൈൻ x/x ആണെങ്കിൽ 1 അല്ലേ, അപ്പോൾ സൈൻ 2x/2x 1 ആവണ്ടേ? അപ്പൊ ആൻസർ 2 into 1 ഈക്വൽ ടു 2. നോക്കൂ, നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ 3x/x ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0. നിലവിലുള്ളത് സൈൻ 3x/x ആണ്. ഞാൻ ചെയ്യണത് മുകളിലും താഴെയും ഇവിടെ 3x വന്നാൽ ഇവിടെയും 3 വേണം. വാല്യൂക്ക് ചേഞ്ച് ഇല്ലാതിരിക്കാൻ വേണ്ടി മുകളിലും 3 ചേർത്തു. അപ്പൊ 3 into ഇത് പറഞ്ഞ ആൻസർ 1 ആണ്. 3 into 1 ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ 4x/സൈൻ 5x വന്നാലോ? നമുക്കറിയാം ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ x വന്നാൽ താഴത്ത് x തന്നെ വരണം, അപ്പോഴേ 1 ആവുള്ളൂ. ഇവിടെ താഴത്ത് ബൈ x എന്നുള്ള ടേം ഇല്ല. അപ്പൊ അങ്ങനെ ടേം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ 4x/x ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ 5x/x. ഞാൻ മുകളിലും താഴെയും x കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0
ഇവിടെ 4 ഇവിടെയും ആഡ് ചെയ്യും, ഇവിടെയും 4 ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 4 sin 4x നോക്കൂ, ഇപ്പൊ നിലവിലുള്ളത് ഇങ്ങനെ കേട്ടോ, sin 4x by x whole divided by sin 5x by x. ഞാൻ ഇവിടെയും 4 ചേർത്തു, ഇവിടെയും 5 ചേർത്തു. അങ്ങനെയാണെങ്കിൽ ഇത് 1 ആവൂലേ, ഇതും 1 ആവൂലേ. അപ്പൊ ആൻസർ 4 into 1 by 5 into 1 ആവൂലേ, that is equal to 4 by 5. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം നോക്കാം. ലിമിറ്റ് x tends to 0 sin 7x by sin 8x. ഇത് ചെയ്യുമ്പോൾ മുകളിലും താഴെയും x ചേർക്കും. ഇവിടെയും 7 ചേർക്കും, ഇവിടെയും 8 ചേർക്കും. ഇത് 1 ആവും, ഇതും 1 ആവും. ആൻസർ 7 into 1 by 8 into 1 equal to 7 by 8. ഓക്കെ, ഇനി ഇതുപോലെ ലിമിറ്റ് x tends to 0 tan 4x by x എന്തായിരിക്കും വരിക, ഈക്വൽ ടു ലിമിറ്റ് x tends to 0 tan 4x by x എന്നുള്ള ഈ ടേംസിൽ ഇവിടെയും 4 ചേർക്കും. അപ്പൊ ഇതിന് 1 ആയി കിട്ടും. കാരണം നമുക്കറിയാം ലിമിറ്റ് x tends to 0 tan x by x is equal to 1 ആണെന്ന്. ഇതും സെയിം ആണെങ്കിൽ ഉത്തരം 1 ആണ്. Therefore answer is 4 into 1 equal to 4. Similarly, limit x tends to 0 tan 8x by tan 5x എന്തായിരിക്കും വരിക നോക്കാം. ഈക്വൽ ടു ലിമിറ്റ് x tends to 0 tan 8x by x all divided by tan 5x by x. ഇവിടെയും 8 ചേർത്തു, ഇവിടെയും 5 ചേർത്തു. ഇവിടെ 8x by 8x ആയി. അങ്ങനെയാണെങ്കിൽ tan is 8x by 8x 1 ആയി കിട്ടി, tan 5x by 5x 1 ആയി കിട്ടി. അപ്പൊ ആൻസർ 8 into 1 by 5 into 1 equal to 8 by 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ സൈനും ടാനും വന്നാൽ ചെയ്യേണ്ട മെത്തേഡാണ് കാണിച്ചത്. ഇനി ഈ വരുന്ന ചോദ്യങ്ങൾ നമുക്കറിയാം ലിമിറ്റ് x tends to 0 e raised to x minus 1 by x equal to 1 ആണ് നമുക്കറിയാം. ലിമിറ്റ് x tends to 0 e raised to x minus 1 by x equal to 1 ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് x tends to 0 e raised to 2x minus 1 by x എന്തായിരിക്കും വരിക, ഈക്വൽ ടു ലിമിറ്റ് x tends to 0. നിലവിലുള്ളത് ഇങ്ങനെയാണ്. നമുക്കറിയാം ഇവിടെ x വന്നാൽ താഴത്തും x വന്നാൽ ഉത്തരം 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2x വന്ന അവസ്ഥക്ക് 2നെ പുറത്തെടുക്കാൻ എന്തായാലും കഴിയില്ല. അപ്പൊ നമുക്ക് പറ്റിയ പണി ഇവിടെ 2 ചേർക്കുക, അതേപോലെ ഇവിടെ 2 ചേർക്കലാണ്. അങ്ങനെയാകുമ്പോൾ ഇതെന്തായി മാറി, 1 ആയി മാറി. 2x വന്നാൽ നോക്ക്, 2x വന്നാൽ ഉത്തരം 1 അല്ലേ. അപ്പൊ ആൻസർ 2 into 1 equal to 2. അതുപോലെ എന്തായിരിക്കും ലിമിറ്റ് x tends to 0 e raised to 3x minus 1 by x. ഇവിടെ 3x ഉണ്ട്, അവിടെയും 3x ചേർത്തു, ഇവിടെയും 3 ചേർത്തു, ഇത് 3 1 ആയി. ആൻസർ 3 into 1 equal to 3 എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഈ വരുന്ന ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതുപോലെ അടുത്ത ചോദ്യം നോക്കൂ. ലിമിറ്റ് x tends to 0 e raised to 3x minus 1 by e raised to 7x minus 1. That is equal to limit x tends to 0. സൈന്റെയും അതേപോലെ ടാൻ ഒക്കെ വന്നപ്പോൾ ഈ മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. e raised to 3x minus 1 by x all divided by e raised to 7x minus 1 by x. That is equal to limit x tends to 0. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെയും 3 ചേർക്കും, ഇവിടെയും 7 ചേർക്കും. അപ്പൊ ഇത് 1 ആയി കിട്ടും, അതേപോലെ ഇതും 1 ആയി കിട്ടും. ആൻസർ 3 into 1 by 7 into 1 equal to 3 by 7. മെത്തേഡ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ലിമിറ്റ് x tends to 2 x raised to 4
minus 2 raised to 4 by x minus 2. നമുക്കറിയാം ലിമിറ്റ് x tends to 1, x raised to n minus a raised to n by x minus a എന്ന് വന്നാൽ n a raised to n minus 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ ഫോർമാറ്റ് അല്ലേ? അപ്പൊ ആൻസർ 4 into 2 cube. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും അതിന്റെ ലാസ്റ്റ് ആൻസർ. അങ്ങനെ ആകുമ്പോൾ ലിമിറ്റ് x tends to 2, x raised to 4, x raised to 5 minus 32 by x minus 2 എങ്ങനെ ചെയ്യും? Equal to ലിമിറ്റ് x tends to 2, x raised to 5, ഈ നമുക്കറിയാം x a ഇവിടെ കണ്ടോ, x x a a n n ആ ഫോർമാറ്റിൽ മാറ്റിയാൽ മതി, ബേജാറാവേണ്ട ആവശ്യമില്ല. x x താഴത്തെ x ചെയ്ത് a a n n 5 5 നോക്കൂ, അങ്ങനെ ആയിരിക്കും 2 raised to 5. അപ്പൊ ഇത് എന്താണെന്ന് അറിഞ്ഞിട്ട് അറിയാതെ ബേജാറാവണ്ട. ഇത് 2x x2 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 2 raised to 5 ആയിരിക്കും. ഓക്കെ, ആൻസർ 5 into 2 raised to 4. ആൻസർ 5 into 2 raised to 4. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യവും ലിമിറ്റ് x tends to 1, x raised to 9 minus 1 by x minus 1 ഓ? നമുക്കറിയാം x 1 വന്നാൽ x1 x1 ഇവിടെ 9 9 വരണം. 9 വന്നാൽ കുഴപ്പമുണ്ടോ? 1 raised to 9 ഇല്ല, ഒരു കുഴപ്പമില്ല. That is equal to 9 into 1 raised to 8 is equal to 9. അങ്ങനെയെങ്കിൽ ഈ പ്രോബ്ലം ലിമിറ്റ് x tends to 2, x raised to 32 minus x raised to 5 minus 32 by x raised to 4 minus 60. ഈ ചോദ്യം എങ്ങനെ ചെയ്യും? ഈക്വൽ ടു ലിമിറ്റ് x tends to 2, x raised to 5 minus 32, ഞാൻ മുകളിലും താഴെയും x minus 2 ഡിവൈഡ് ചെയ്തു. x raised to 5 minus 2 raised to 5 by x minus 2 whole divided by x raised to 4 minus 2 raised to 4 x minus 2. ഇതിന്റെ ആൻസർ എന്താ? 5 into 2 cube. ഇതിന്റെ ആൻസർ എന്താ? 4 into ഇത് 5 into 2 raised to 4, ഇത് 5 into 2. ഇത് വെട്ടിക്കളഞ്ഞ് കിട്ടുന്ന ആൻസർ 5 into 2 by 4. That is equal to ലാസ്റ്റ് ആൻസർ 5 by 2 എന്ന് കിട്ടും. ഓക്കെ, അതിൽ ഒരു കാര്യം വിട്ടുപോയിരുന്നു. ഈ ഒരു ചോദ്യം റൂട്ട് എവിടെയെങ്കിലും കണ്ടാൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കോൺജുഗേറ്റ് ആണ്. റൂട്ട് കണ്ടാൽ ഉടനെ എങ്ങനെ വന്നാല് 0/0 ഫോർമാറ്റില് റൂട്ട് കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ കോൺജുഗേറ്റ് അപ്ലൈ ചെയ്യണം. നോക്കൂ, ലിമിറ്റ് x tends to 2 റൂട്ട് x plus 2 minus 2 by x minus 2. What is the value of root x plus 2? Root x tends to 2. Limit x tends to 2. Root x plus 2 minus 2 by x minus 2. ഈ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ലിമിറ്റ് x tends to 2, ഇതിന്റെ മുകളിലും താഴെയും റൂട്ടിന്റെ കോൺജുഗേറ്റ് റൂട്ട് x plus 2 plus 2 by root x plus 2 plus 2 മുകളിലും താഴെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. That is equal to limit x tends to 2. ഇതിപ്പോ a minus b into a plus b ഫോർമാറ്റ് അല്ലേ? അങ്ങനെ വന്നാൽ a square minus b square അല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ x minus 2 into root x plus 2 plus 2 equal to limit x tends to 2. What is root x plus 2 whole square? X plus 2
minus 2 square 4 divided by x minus 2 into root x plus 2 plus 2 equal to limit x tends to 2 minus 4 x minus 2 by x minus 2 into root x plus 2 plus 2. ഈ x minus 2 വെട്ടിപ്പോയി. ബാക്കി x ന് 2 വെക്കുമ്പോൾ 1 by root 2 plus 2 plus 2 equal to 1 by root 4 2 plus 2. ആൻസർ ലാസ്റ്റ് ആൻസർ 1 by 4. മനസ്സിലായിട്ടാണ് വിശ്വസിക്കുന്നു. അതുപോലെ മറ്റൊരു ചോദ്യം നോക്കൂ. limit t tends to 0 root 1 plus t minus 1 by t. t ക്ക് 0 വെച്ച് നോക്ക്. ആ 1 plus 0 1 root 1 1 1 minus 1 0. അത് 0 by 0 ഫോർമാറ്റ് വന്നില്ലേ? അങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് റൂട്ട് അവിടെ കണ്ടോ അവിടെ കോൺജുഗേറ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ ലിമിറ്റ് t tends to 0. ഇപ്പൊ നിലവിലുള്ളത് ഇങ്ങനെയാണ്. അതിന്റെ മുകളിലും താഴെയും root 1 plus t plus 1 by root 1 plus t plus 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. That is equal to limit t tends to 0. ഇതിപ്പോ a minus b into a plus b ഫോർമാറ്റ് ആയില്ലേ? അങ്ങനെ വന്നാൽ root 1 plus t whole square minus 1 square by t into ഇങ്ങനായി മാറും. That is limit t tends to 0. ഇത് root 1 plus t whole square എന്ന് പറയുമ്പോൾ 1 plus t minus 1 by t into root 1 plus t plus 1 ആവും. That is equal to 1 ഉം 1 ഉം ക്യാൻസൽ ആവും. ബാക്കി t ഉണ്ടാവും. ആ t ഉം t ഉം ക്യാൻസൽ ആവും. ബാക്കി ലിമിറ്റ് t tends to 0 1 by root 1 plus t plus 1 ആവും. ഈ t ക്ക് 0 വെക്കുമ്പോൾ ലാസ്റ്റ് ആൻസർ 1 by 2 കിട്ടും. ഇതാണ് ഈ റൂട്ട് വന്നാലുള്ള ടെക്നിക്ക്. മനസ്സിലായിട്ടുണ്ടോ? ഇനി അടുത്ത വേറെ തരം ചില ചോദ്യങ്ങളുണ്ട്, നോക്കൂട്ടോ. ഒരു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങനെ ഒന്ന് വെച്ചോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2 2x പ്ലസ് 1 നമുക്ക് 2x എടുക്കാം. 2x if 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലിമിറ്റ്? അപ്പൊ ചോദ്യം വന്നാൽ നമുക്ക് ലൈൻ ഇന്റർവെൽ വരക്കാം. ഇത് 0, ഇത് 2, ഇതാവുമ്പോ 2 5. നിങ്ങൾ ചോദിക്കുകയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ 1 എന്നുള്ള പോയിന്റ് ഇവിടെ അല്ലേ ഉണ്ടാവുക? 0നും 2ന്റെയും ഇടക്കായിട്ടുള്ള ഇവിടെ അല്ലേ ഉണ്ടാവുക? ഇടക്കായതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് സ്ക്വയർ ആണ്. 0നും 2ന്റെയും ഇടക്കായതുകൊണ്ട് എഫ് ഓഫ് എക്സ് ആരവിടെ? എക്സ് സ്ക്വയർ ആണ്. ഈക്വൽ ടു എക്സിന് 1 നോക്കുമ്പോൾ ആൻസർ 1 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. നേരെ മറിച്ച് ഈ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ്. അങ്ങനെ വന്നാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഇവിടെ എഫ് ഓഫ് എക്സ് ഈ 3 എന്നുള്ള പോയിന്റ് ഇവിടെയാണ് ഉണ്ടാവുക. ഇവിടെ വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ 2ന്റെ അടുത്ത് വരെ ഉണ്ട്. 2 മാത്രം ഇല്ലാത്തുള്ളൂ കേട്ടോ. ശരിക്ക് ഈ 2ന്റെ അടുത്ത് വരെ ഉണ്ട്. ഇവിടെ 2 ഉൾപ്പെടെ ഉണ്ട്. ആ വ്യത്യാസമുള്ളൂ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 2x ഈക്വൽ ടു 2 into 3 ഈക്വൽ ടു 6. ഇതേ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ആണെങ്കിലോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ആണെങ്കിലോ അങ്ങനെ വന്നാൽ ചെറുതായിട്ട് പണിപാളും. കാരണം 2 എന്ന് പറയുമ്പോൾ ആ 2 ഇവിടെയുണ്ട്, ആ 2 ഇവിടെയുണ്ട്. ഇന്റർവെല്ലിൽ ശരിക്കും 2 ഇതിൽ മാത്രമേ ഉള്ളൂ. കാരണം 2 ലെസ് ദാൻ ഈക്വൽ ടു അത് നോക്കണ്ട, നിങ്ങൾ ഡയഗ്രം നോക്കാം. 2 ഇതിലുണ്ട്, ഇതിലുണ്ട്. അങ്ങനെ 2 വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണം. ലിമിറ്റ് എൽ എച്ച് എൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2ന്റെ വലത് ഭാഗത്ത് മേലായിട്ടാണ് എഴുതി വെക്കേണ്ടത്. 2 മൈനസ് എന്താണ് ആ 2 മൈനസ് എന്ന് അറിയോ? അതിനർത്ഥം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എൽ എച്ച് എൽ ലെഫ്റ്റ് ഹാൻഡ് ആകുമ്പോൾ നെഗറ്റീവും റൈറ്റ് ഹാൻഡ് ആകുമ്പോൾ പ്ലസ് ഇടുക.
അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ആ മൈനസിന് യാതൊരു പ്രസക്തി അവിടെ അല്ല കേട്ടോ. പടത്തിൽ നോക്കാൻ മൈനസ് ഒഴിവാക്കിയിട്ടുണ്ട്. ആ മൈനസ് എന്ന് പറഞ്ഞ അർത്ഥം 2ന്റെ ഇടത്തെ ഭാഗം. 2ന്റെ ഇടത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് എക്സ് സ്ക്വയർ അല്ലേ. എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആണ്. 2 വെക്കുമ്പോൾ 2 സ്ക്വയർ 4. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം RHL കണ്ടാലോ. RHL എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. അതിന്റെ അർത്ഥം 2ന്റെ വലത്തെ ഭാഗത്തുള്ള എഫ് ഓഫ് എക്സ്. 2ന്റെ വലത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x ഈക്വൽ ടു 2 into 2 4. ഈ രണ്ട് 4ഉം സെയിം അല്ലേ. LHL ഈക്വൽ ടു RHL ആണ്. Therefore limit x tends to f of x equal to 4. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം 4 എന്ന് എഴുതി വെക്കുള്ളൂ. അത് ഏത് ടൈപ്പ് ചോദ്യങ്ങളിലെ വരിക? ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ചോദ്യങ്ങൾ കേട്ടോ. അപ്പോ രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ 4 ഉണ്ടാവുള്ളൂ. ഇതിപ്പോ 4ഉം ഇത് 6ഉം ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഉത്തരം നോട്ട് ഡിഫൈൻഡ് ആണ് എഴുതി വെക്കേണ്ടത്. നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ അതിന് ഉത്തരം ഉണ്ടാവുള്ളൂ. ഈക്വൽ അല്ലെങ്കിൽ എന്ത് എഴുതി വെക്കൂല, ഉത്തരം എഴുതി വെക്കൂല. നോട്ട് ഡിഫൈൻഡ് ആണ് എഴുതി വെക്കുക. മനസ്സിലായിട്ടുണ്ടോ? വേറെ ചോദ്യം നോക്കൂ. ലിമിറ്റ് x tends to 1 f of x, where f of x equal to x square ഇന്റർവെൽ വെക്കുമ്പോൾ ഇത് 0 മുതൽ 1 വരെ, ഇത് 1 മുതൽ 8 വരെ. അപ്പൊ 1ലാണ് കാണുന്നത്. ഇതിന്റെ ഉള്ളത്തൊരു പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. ഈ 1 എന്ന് പറയുമ്പോൾ രണ്ടിലും കൂടി ഉള്ള പോയിന്റ് ആയതുകൊണ്ട് LHLും കാണണം RHLും കാണണം. LHL കാണാം. ലിമിറ്റ് x tends to 1 f of x. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ 1ന്റെ ഇടത്തെ ഭാഗം എന്ന് കാണിക്കാൻ വേണ്ടി മൈനസ് ഇട്ട് വെക്കുന്നുണ്ട്. ഈക്വൽ ടു ലിമിറ്റ് x tends to ലിമിറ്റ് x tends to 1. അപ്പൊ എക്സ് 1ന്റെ ഇടത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഭാഗമല്ലേ 1ന്റെ ഇടത്തെ ഭാഗം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ ഈക്വൽ ടു 1. നമുക്ക് RHL നോക്കാം. RHL എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. 1ന്റെ വലത്തെ ഭാഗം എന്ന് കാണിക്കാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. 1ന്റെ വലത്തെ ഭാഗം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x plus 8. എക്സിന് 1 നോക്കുമ്പോൾ 2 into 1 plus 8 ഈക്വൽ 10. ഇതും ഈക്വൽ ആണോ? ഈക്വൽ അല്ല. ആയതുകൊണ്ട് ലിമിറ്റ് x tends to 1 f of x does not exist എന്ന് പറയാം. ഓക്കെ. പിന്നെ ഗ്രാഫ് നോക്കി കണ്ടെത്തുന്ന ഒരു മെത്തേഡ് ഉണ്ട്. mod x by x നും അല്ലെങ്കിൽ x by mod x ഇതിനും 1 by x നും 1 by x സ്ക്വയറിനുമാണ് നമ്മൾ സാധാരണ ആ മെത്തേഡ് ചെയ്യാം. നമുക്ക് ആദ്യം mod x by x ന്റെ ഗ്രാഫ് നോക്കാം. ഇത് x ആക്സും y ആക്സും കേട്ടോ. ഈ ഗ്രാഫ് ഇത്രയും ഗ്രാഫുകൾ പഠിച്ചു വെക്കാൻ നിർബന്ധം. mod x by x ന്റെ ഗ്രാഫ് ഇതാണ്. mod x by x ന്റെയും x by mod x ന്റെയും ഗ്രാഫ്. ഓക്കെ. ഇതാണ് 1 by x ഇതാണ് 1 by x സ്ക്വയറിന്റെ ഗ്രാഫ്. ഇതാണ് 1 by x ന്റെ ഗ്രാഫ്. ഓക്കെ. ഇപ്പോൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ലിമിറ്റ് x tends to 0 mod x by x. അപ്പോൾ ലിമിറ്റ് x tends to 0 mod x by x കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് LHL ആദ്യം കാണണം. അപ്പോൾ LHL കിട്ടുക. LHL ഈക്വൽ ടു, ഇനി എഴുതി വെക്കൊന്നും വേണ്ട, ഇക്വേഷൻ ഒന്നും എഴുതണ്ട. LHL ഇത് ഇങ്ങനെ 0ക്ക് പോകുമ്പോൾ ഉത്തരം -1ക്കല്ലേ പോണത്. ആൻസർ -1. RHL ഈക്വൽ ടു ഇത് ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തുന്നത് 1ക്കല്ലേ. 1. LHLും RHLും ഈക്വൽ ആണോ? LHL നോട്ട് ഈക്വൽ ടു RHL. Therefore limit x tends to 0 mod x by x
ഡസ് നോട്ട് എക്സിസ്റ്റ്. അത്ര മതി. ഗ്രാഫ് വരക്കുക. ഗ്രാഫ് വരച്ചിട്ട് LHL -1 ക്കും RHL 1 ക്കും. വേറെ നോക്കട്ടോ. ഇത് 1/x ന്റെ ഗ്രാഫാണ്. എന്താണ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1/x? നമുക്ക് LHL നോക്കാം. LHL എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇത് ഇങ്ങനെ പോണത് 0, ലിമിറ്റ് x ടെൻഡ്സ് 0 ആണ്. 0ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ ഗ്രാഫ് ഇതെങ്ങനെ -∞ പോകുന്നുണ്ട്. അതേപോലെ RHL പോണത് അങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റിക്ക് പോകുന്നുണ്ട്. ഇൻഫിനിറ്റി. LHL ഉം RHL ഉം ഈക്വൽ അല്ല. therefore limit x ടെൻഡ്സ് 0 1/x does not exist. equal to does not exist. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ചോദ്യോ ഇത് 1/x² ഗ്രാഫ് ആട്ടോ ഇത്. അപ്പൊ എന്താ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 1/x² വരിക? എന്താ വരിക? അപ്പൊ ആദ്യം LHL നോക്കാം. LHL എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇത് ഇങ്ങനെ 0ക്ക് പോകുന്നത് എവിടേക്കാ പോണത്? ഇൻഫിനിറ്റിക്കാണ് അല്ലേ? ആ ഗ്രാഫ് പോണത് ഇൻഫിനിറ്റിക്കാണ്. ആൻസർ ഈസ് ഇൻഫിനിറ്റി. RHL എന്തായിരിക്കും ഉണ്ടാവുക? ഇത് ഇങ്ങനെ പോയിട്ട് അത് ഇൻഫിനിറ്റിക്കാണ് പോണത്. രണ്ടും സെയിം ആണ്. ആൻസർ ഈസ് ഇൻഫിനിറ്റി. രണ്ടും സെയിം ആണ്. LHL ഉം RHL ഉം ഈക്വൽ ആണ്. LHL ഉം RHL ഉം ഈക്വൽ ആയതുകൊണ്ട് ലിമിറ്റ് ഉണ്ട്. ആൻസർ ഈസ് ഇൻഫിനിറ്റി. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റിന്റെ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പഠിച്ചു നോക്കാം. ഒന്നാമത്തെ d/dx of k equal to 0, d/dx of x equal to 1, d/dx of x square equal to 2x, d/dx of x cube equal to 3x square, d/dx of x raised to n equal to n into x raised to n minus 1, d/dx of root x equal to 1/2 root x, d/dx of 1/x is equal to minus 1/x square, d/dx of sin x equal to cos x, d/dx of cos x equal to minus sin x, d/dx of tan x equal to sec square x, d/dx of cosec x equal to minus cosec x cot x, d/dx of sec x equal to sec x tan x, d/dx of cot x equal to minus cosec square x. ഇത്രയും റിസൾട്ട് നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. ഇനി നമുക്കിതിലെ ഓരോ നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് d/dx of 2 sin x plus x square ഉണ്ടാവുക? d/dx of 2 sin x plus x square എന്ന് പറഞ്ഞാൽ 2 കോൺസ്റ്റന്റ് ആണ്. d/dx of 2 ആണെങ്കിൽ ഉത്തരം 0 ആണ്. d/dx of 3 ആണെങ്കിൽ ഉത്തരം 0 ആണ്. d/dx of 4 ആണെങ്കിൽ ഉത്തരം 0 ആണ്. നേരെ മറിച്ച് d/dx of 4x ഉണ്ടെങ്കിൽ ഈ 4നെ ഒന്നും ചെയ്യാൻ പാടില്ല. 4 into പിന്നെ x നെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 4 into 1 equal to 4. d/dx of 4 sin x ഉണ്ടെങ്കിൽ ഈ 4 ഒറ്റക്കല്ല നിൽക്കുന്നത്. ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ ഉത്തരം 0 എന്ന് പറയായിരുന്നു. ഈ 4 നിൽക്കുന്നത് ഒരു sin x ന്റെ കൂടെയാണ്. അപ്പൊ ഈ 4നെ ഒന്നും ചെയ്യാൻ പാടില്ല. d/dx of sin x എന്താ? cos x. ഇതാണ് മെത്തേഡ്. അങ്ങനെ നമ്മൾ d/dx of 2 sin x plus x square എന്തായിരിക്കും വരിക? in ആൻസർ ഈ 2നെ ഒന്നും ചെയ്യാൻ പാടില്ല. 2 into sin x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos x എന്നാവും. പ്ലസ് x square ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x. അങ്ങനെയാണെങ്കിൽ എന്താണ് d/dx of 3x square plus 4x cube plus x raised to 8
എന്താ പ്ലസ് 9 എന്ത് വരും? 3 ഒന്നും ചെയ്യാൻ പാടില്ല, കാരണം 3 ഒരു എക്സ് സ്ക്വയർ ഒപ്പാണ്. എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 2x. 4 ഒന്നും ചെയ്യാൻ പാടില്ല, എക്സ് ക്യൂബ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x സ്ക്വയർ. എക്സ് റൈസ് ടു 8 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 8x റൈസ് ടു 7. 9 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. ദാറ്റ്സ് ഈക്വൽ ടു 6x പ്ലസ് 12x സ്ക്വയർ പ്ലസ് 8x റൈസ് ടു 7. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് കോസ് എക്സ് പ്ലസ് 9 സൈൻ എക്സ് പ്ലസ് 4 ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്ന് വന്നാൽ 3x സ്ക്വയർ, കോസ് എക്സ് എന്ന് വന്നാൽ മൈനസ് സൈൻ എക്സ് പ്ലസ് 9 ഒന്നും ചെയ്യാൻ പാടില്ല, കാരണം 9 ഒറ്റക്കല്ല നിൽക്കുന്നത്. സൈൻ എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ്, 4 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. ആൻസർ ഈസ് 3x സ്ക്വയർ മൈനസ് സൈൻ എക്സ് പ്ലസ് 9 കോസ് എക്സ്. ഓക്കെ, ഇനി പ്രോഡക്റ്റും കോഷ്യന്റും വന്നാൽ എന്താ ചെയ്യാൻ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് വന്നാൽ ഒന്നാമത്തെ ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഇൻറ്റു ഒന്നാമത്തെ ഡെറിവേറ്റീവ്. ഇങ്ങനെ വേണം ചെയ്യാൻ. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ടു എക്സ്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എവിടുന്ന് കിട്ടി? സൈൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് ആണെന്നൊക്കെ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് 2 കുട്ടികളല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ പ്ലസ് 1 കാര്യങ്ങളൊക്കെ. എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 2x ഈക്വൽ ടു എക്സ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് 2x സൈൻ എക്സ്. അങ്ങനെയെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ എക്സ് എന്തായിരിക്കും വരിക? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ടാൻ എക്സ്. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ഒന്നാമത്തെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് സീക് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ടു എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സീക് സ്ക്വയർ എക്സ് പ്ലസ് 2x ടാൻ എക്സ്. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിവിഷൻ. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് വന്നാൽ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ്, തൊട്ട് മുമ്പ് പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, അങ്ങനെ വന്നാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ സൈൻ എക്സ് വന്നാൽ എന്തായിരിക്കും ആൻസർ? അപ്പൊ സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് sin x. Okay, that is equal to sin x into d by dx of x square എന്ന് വന്നാൽ 2x plus x square into d by dx of sin x വന്നാൽ cos x. സോറി, ഇവിടെ പ്ലസ് അല്ല, ഇവിടെ മൈനസ് ആണ്. പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ഉണ്ട്, sin x ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ sin സ്ക്വയർ x ഈക്വൽ ടു, ഇത് എഴുതുമ്പോൾ ആദ്യം 2x എഴുതാം, 2x sin x മൈനസ് എക്സ് സ്ക്വയർ കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ്. മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിളും കൂടി കാണിക്കാം. Next problem, d by dx of sin x
by 1 plus cos x. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു d by dx of numerator minus numerator into d by dx of denominator all divided by denominator in the square, that is equal to 1 plus cos x d by dx of sin x cos x minus sin x into d by dx of 1 0 d by dx of cos x minus sin x all divided by 1 plus cos x whole square. 1 into cos x cos x, cos x into cos x cos square x, minus sin x into minus sin x plus sin square x all divided by 1 plus cos x whole square, that is equal to cos x in plus cos square x plus sin square x 1 by 1 plus cos x whole square. ഒരു 1 plus cos x ഒരു 1 plus cos x വെട്ടിക്കളഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 1 by 1 plus cos x. മനസ്സിലായിട്ടുണ്ടോ? ഒരു ചോദ്യം കൂടി പറയാം. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം d by dx of x square എന്നാൽ 2x അല്ലേ? അതെങ്ങനെ കിട്ടിയത് നോക്കേണ്ടത്. d by dx of x square ഇതിനെ f of x ആക്കി എടുക്കുക. ഓക്കെ, f of x equal to x square, d by dx of x square equal to 2x. ഇപ്പൊ ചില സമയത്ത് ഇങ്ങനെ മാത്രമേ ചോദിക്കുള്ളൂ, d by dx of x square എന്താണ്. അപ്പൊ x സ്ക്വയറിനെ f of x ആക്കുക. f of x equal to x square. അപ്പൊ f of x plus h എന്ന് പറഞ്ഞാൽ x plus h whole square. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f dash x എന്ന് പറഞ്ഞാൽ അഥവാ d by dx of x square എന്ന് പറഞ്ഞാൽ f dash x എന്ന് വിളിക്കും. f dash x എന്ന് പറഞ്ഞാൽ d by dx of x square. f dash x എന്ന് പറഞ്ഞാൽ ലിമിറ്റ് h tends to 0 f of x plus h minus f of x by h equal to limit h tends to 0 f of x plus h എന്ന് പറയുമ്പോൾ x plus h whole square minus x square by h, that is limit h tends to 0 x square plus 2xh plus h square minus x square by h. Okay, that is limit h tends to 0 x squareും x squareും cancel ആക്കി, ബാക്കി 2xh plus h square by h. ഇനി മുകളിലും താഴെയും h കോമൺ ആണ്, h പുറത്തെടുത്തു. ലിമിറ്റ് h tends to 0, h ഉള്ള കാലത്തോളൊക്കെ ലിമിറ്റ് ഉണ്ടാവും കേട്ടോ. h into 2x plus h by h, h വെട്ടിക്കളഞ്ഞു. ഇനി h 0 കൊടുക്കുമ്പോൾ 2x plus 0 equal to 2x. മനസ്സിലായോ? ഈക്വൽ ടു 2x. അതുപോലെ ചെയ്ത മെത്തേഡ് നോക്കൂ. ഇനി അതുപോലെ what is d by dx of x വരിക? d by dx of x എന്താണെന്നാണ് കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, ഹിയർ f of x equal to x എടുത്തു. അപ്പൊ f of x plus h equal to x plus h. നമുക്കറിയാം f dash x എന്ന് പറഞ്ഞാൽ f dash x എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് d by dx of x കേട്ടോ, ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of x plus h minus f of x by h, that is equal to limit h tends to 0 f of x plus h എന്ന് പറഞ്ഞാൽ x plus h minus f of x എന്ന് പറഞ്ഞാൽ x by h. ഈ x ഉം x ഉം ക്യാൻസൽ ആയി, ബാക്കി h by h ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ 1. ലിമിറ്റ്
h tends to 0, 1 equal to 1. നമുക്കറിയാം d by dx of x ആരെന്നെയാണ് equal to 1 അല്ലേ? ഇത് പ്രൂവ് ആയില്ലേ? d by dx of x is equal to 1. അതുപോലെ അടുത്ത പ്രോബ്ലം നോക്കൂ. d by dx of x cube എന്താണെന്ന് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ f of x ആയിട്ട് x cube എടുത്തു. ഓക്കെ, അപ്പോൾ f of x plus h ആയിട്ട് ആര് വേണ്ടി വരും? x plus h whole cube വേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ f dash x is equal to f dash x എന്ന് പറഞ്ഞാൽ d by dx of x cube equal to limit h tends to 0 f of x plus h minus f of x by h. That is equal to limit h tends to 0 f of x plus h എന്ന് പറഞ്ഞാൽ x plus h whole cube minus x cube by h. That is equal to limit h tends to 0 x plus h whole cube എന്ന് പറയുമ്പോൾ അത് a plus b whole cube ന് തുല്യമാണ്. ആരാണ് a plus b whole cube? a plus b whole cube is equal to a cube plus 3a square b plus 3ab cube 3ab square plus b cube. അങ്ങനെ ആകുമ്പോൾ ആരാണ് x plus h whole cube? x cube plus 3x square h plus 3xh square plus h cube minus x cube by h. ഈ x cube ഇപ്പൊ തന്നെ വെട്ടിക്കളയാം. ബാക്കിയുള്ളതിൽ എല്ലാത്തിലും ഒരു h കോമൺ ആണ്. ആ h പുറത്തെടുത്തു. ലിമിറ്റ് h tends to 0 h ഇൻറ്റു ബാക്കി ഉണ്ടാവുക 3x square plus 3xh plus h square by h എന്നുണ്ടാവും. ഈ 3x square h എന്ന് h പുറത്തെടുക്കും. ബാക്കി 3x square 3xh square എന്ന് ഒരു h പുറത്തെടുത്താൽ ബാക്കി 3xh. അങ്ങനെ ഇനി ബാക്കി h മുട്ടിക്കളഞ്ഞു. ഇനി h 0 വെക്കുമ്പോൾ 3x square plus 3x into 0 0 plus 0 equal to 3x square. അല്ലെങ്കിൽ നമുക്കറിയാം d by dx of x cube ആരെന്നെയാണ്? 3x square തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്ത പ്രോബ്ലം നോക്കൂ. d by dx of x raised to n എന്താണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം d by dx of x raised to n എന്ന് പറഞ്ഞാൽ n into x raised to n minus 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ f of x ആയിട്ട് ആരെടുക്കാൻ പോകാറ്? f of x equal to x raised to n എടുത്തു. അപ്പോൾ f of x plus h ആരായിരിക്കും വരിക? x plus h whole raised to n ആയിരിക്കും. നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ f dash x എന്ന് പറഞ്ഞാൽ ആരാ? d by dx of x raised to n equal to limit h tends to 0 f of x plus h minus f of x by h. That is equal to limit h tends to 0 f of x plus h whole raised to n minus x raised to n by h. Okay, that is equal to limit h tends to 0 x plus h whole raised to n എന്ന് പറയുമ്പോൾ x raised to n നമുക്കറിയാം a plus b whole raised to n എന്ന് പറയുമ്പോൾ ആരാ? a raised to n plus nc1 a raised to n minus 1 b plus nc2 a raised to n minus 2 b square plus etc b raised to n ആണ്. അങ്ങനെയാണെങ്കിൽ x raised to n plus nc1 x raised to n minus 1 into h plus nc2 x raised to n minus 2 into h square plus nc3 x raised to n minus 3 h cube plus etc ഏറ്റവും ലാസ്റ്റ് h raised to n ഉണ്ടാവും. മൈനസ് ഈ x raised to n all divided by h. ഈ x raised to n ഉം x raised to n ഉം ഇപ്പൊ തന്നെ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ള എല്ലാത്തിനും ഒരു h പുറത്തെടുത്തു. h പുറത്തെടുക്കുമ്പോൾ ബാക്കി ലിമിറ്റ് h tends to 0 h into nc1 x raised to n minus 1 plus nc2 x raised to n minus 2 into h. പിന്നെ ബാക്കിയുള്ള കുറേ ടേംസിൽ ആ എല്ലാ ടേംസിനും എന്തുണ്ട്? h ഉണ്ടാവും. ഓക്കെ, ഡിവൈഡഡ് ബൈ h എന്ന് കിട്ടി. ഇനി ആ h വെട്ടിക്കളഞ്ഞു. ഇനി h ന് 0 എന്ന് കൊടുക്കുമ്പോൾ ഈ ടേമും ഒക്കെ 0 ആയി പോകും. ബാക്കി ഉണ്ടാവുക nc1 x raised to n minus 1 മാത്രമേ ഉണ്ടാവുള്ളൂ. വാട്ട് ഇസ് nc1? n into x raised to n minus 1. ഓക്കെ, ഈ ഒരു മെത്തേഡിലാണ് d by dx of x raised to n പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് d by dx of root x equal to 1 by 2 root x. അപ്പോൾ f of x equal to root x എടുത്തു.
അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിട്ട് മാറും? റൂട്ട് എക്സ് പ്ലസ് എച്ച് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 റൂട്ട് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ് ബൈ എച്ച്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ളത് റൂട്ട് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ് ബൈ എച്ച് ആണ്. ഈ റൂട്ട് വന്നാൽ കോൺജുഗേറ്റ് ആണെന്ന് ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 നോക്കൂ, ഇപ്പൊ നിലവിലുള്ള ഇതിൽ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് എന്നാവും. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോർമാറ്റ് ആണ്. അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് എന്നായി. അഥവാ ഈ മുകളത്തിന് പകരം എന്ത് കൊടുത്തു? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ റിസൾട്ട് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 റൂട്ട് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. ഈ എക്സും എക്സും വെട്ടിപ്പോയി, ബാക്കി എച്ച് ഉണ്ടാവും. ആ എച്ച് വെട്ടിപ്പോകുമ്പോൾ ബാക്കി ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ റൂട്ട് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് എന്നാവും. ഇനി എച്ചിന് 0 എന്ന് കൊടുക്കുമ്പോൾ 1 ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 റൂട്ട് എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ കേട്ടോ, ചെക്ക് ചെയ്യല്ല പഠിച്ചു വെക്കാൻ കേട്ടോ. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ എഫ് ഓഫ് എക്സ് ആയിട്ട് ഞാൻ 1 ബൈ എക്സ് എടുത്തു, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആയിട്ട് 1 ബൈ എക്സ് പ്ലസ് എച്ച് എടുത്തു. അങ്ങനെ ആകുമ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 1 by x plus h minus 1 by x all divided by h. That is limit h tends to 0 1 into x x minus 1 into x plus h divided by x into x plus h all divided by h. h എന്ന് പറഞ്ഞാൽ h by 1. That is equal to limit h tends to 0 x minus h. ഇത് മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. x minus h by x into x plus h. ഇത് റെസിപ്രോക്കൽ എടുത്ത് മേലെ കൊണ്ടുപോയി. ആ 1 മുകളിലേക്കും താഴേക്ക് h വന്നു into 1. That is equal to limit h tends to 0. ഈ എക്സും എക്സും വെട്ടിപ്പോയി, ബാക്കി ഒരു മൈനസ് h ഉണ്ട്. ആ h വെട്ടിപ്പോകും, ബാക്കി മൈനസ് 1 by x into x plus h എന്നായി. ഇനി h ന് 0 കൊടുക്കുമ്പോൾ ഈ ഭാഗം 0 ആയി. That is equal to minus 1 by x square എന്ന് കിട്ടി. Therefore, d by dx of 1 by x is equal to minus 1 by x square. Similarly, d by dx of sin x equal to cos x എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതവിടെ നിൽക്കട്ടെ, ഇത്ര മാത്രം മതി. d by dx of sin x എന്താണ് നോക്കാൻ പോവാണ്. അപ്പോ ഹിയർ f of x equal to sin x. f of x plus h എന്ന് പറഞ്ഞാൽ sin x plus h. അങ്ങനെയാണെങ്കിൽ f dash x is equal to limit h tends to 0 f of x plus h minus f of x by h. That is equal to limit h tends to 0 sin x plus h minus sin x by h. നമുക്കറിയാം എന്താണ് sin a minus sin b. sin a minus sin b is equal to 2 cos a
പ്ലസ് ബി ബൈ ടു ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ ടു. ഇതാണ് റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും? ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ എ മൈനസ് സൈൻ ബി 2 കോസ് എ പ്ലസ് ബി ബൈ ടു. എന്റെ സ്ഥാനത്ത് ഇത് സൈൻ എ മൈനസ് സൈൻ ബി. എന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച്, ബിന്റെ സ്ഥാനത്ത് എക്സ്. 2 കോസ് എ പ്ലസ് ബി ബൈ ടു ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 whole divided by h. That is equal to limit h tends to 0 2 cos 2x plus h by 2 into sin x വെട്ടി പോകുമ്പോൾ ബാക്കി h by 2 divided by 2. So divided by h. നമുക്കറിയാം സൈൻ എക്സ് ബൈ എക്സ് വന്ന ഉത്തരം 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ഈക്വൽ ടു 1 ആണ്. അപ്പൊ ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ എച്ച് ബൈ എച്ച് എന്താവണം? 1 ആവണം. പക്ഷെ ഇവിടെ എന്താ ചെറിയൊരു കമ്മിയുള്ളൂ. സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ആണ്. അപ്പോ ബൈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ പോകുമ്പോൾ സെയിം വിലക്ക് വ്യത്യാസം വരുമല്ലോ. അപ്പൊ 2 മൾട്ടിപ്ലൈ ചെയ്ത് 2 ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറൂലേ? 1 ആയിട്ട് മാറൂലേ? ഈ 2 വെട്ടി പോകൂലേ? ഇത് 1 ആയിട്ട് മാറും, ഈ 2 വെട്ടി പോകും. ബാക്കി ഈ എച്ചിന് 0 എന്ന് കൊടുക്കുമ്പോൾ ബാക്കി എന്താ ഉണ്ടാക്കുക അറിയോ? ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് 2x പ്ലസ് 0 ബൈ 2. ആ 2 വെട്ടി പോകുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് കിട്ടി. നോക്കൂ, ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. അപ്പൊ സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ എച്ച്. ഈ സൈൻ എ മൈനസ് സൈൻ ബി എന്ന് വന്നാൽ 2 കോസ് എ പ്ലസ് ബി ബൈ 2 cos a plus b by 2 into sin a minus b by 2 ആണ് റിസൾട്ട്. അപ്പൊ അങ്ങനെ എക്ക് പകരം എക്സ് പ്ലസ് എച്ചും ബിക്ക് പകരം എക്സും വെച്ച് ചെയ്തു. ഇനി അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ ബൈ എച്ച് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ബൈ 2 ആഡ് ചെയ്യും മൾട്ടിപ്പിൾ ചെയ്യും ചെയ്തു. എന്നിട്ട് ഇങ്ങനെ 1 ആക്കി ഈ 2 മൾട്ടിപ്പിൾ പോയി. അത്രയാണ് നമ്മളിപ്പോ ചെയ്തത് അല്ലേ? കണ്ടോ? ഇനി അടുത്ത പ്രോബ്ലം ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു d by dx of cos x എന്താണെന്ന് നോക്കാൻ പോവാണ്. Here f of x equal to cos x. f of x plus h is equal to cos x plus h. ഇനി f dash x എന്താണെന്ന് നോക്കാൻ പോവാണ്. ലിമിറ്റ് h tends to 0 f of x plus h minus f of x by h. That is equal to limit h tends to 0 cos x plus h minus cos x by h. That is equal to limit h tends to 0. നമുക്കറിയാം എന്താണ് cos a minus cos b. cos a minus cos b എന്ന് വന്നാൽ minus 2 sin a plus b by 2 into cos a minus b by 2. ഇതാണ് റിസൾട്ട്. അപ്പൊ എന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ചും ബിന്റെ സ്ഥാനത്ത് എക്സും വെച്ച് കൊടുത്താൽ നമുക്ക് കിട്ടുക minus 2 sin a plus ഇതാണ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു ഇത് സൈൻ തന്നെ കേട്ടോ, minus 2 sin a plus b by 2 into sin a minus b by 2 into sin x plus h minus x by 2 whole divided by h. That is equal to limit h tends to 0 minus 2 sin 2x plus h by 2 into sin h by 2 whole divided by h. നമുക്കറിയാം സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 ഉണ്ടായിരുന്നെങ്കിൽ 1 ആയി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ബൈ 2 ഡിവൈഡ് ചെയ്തു ഇൻറ്റു 2 ഇങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ ഇത് എന്തായി മാറും? 1 ആയിട്ട് മാറും. ഈ 2 വെട്ടി പോകും. ഇനി എച്ചിന് 0 എന്ന് കൊടുത്താൽ ബാക്കി ഉണ്ടാവുക മൈനസ് 2 സോറി 0 എന്ന് കൊടുത്താൽ ഉത്തരം ഉണ്ടാവുക ഒരു മൈനസ് ഉണ്ടാവും. മൈനസ് സൈൻ 2x plus 0 by 2 2 വെട്ടി പോകുമ്പോൾ ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്നാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാണ്ടെന്ന് അറിയോ?
ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് എന്നും ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് എന്നും ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ടാൻ എക്സ് എന്നും ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് എന്നും ഇങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ സ്വന്തമായിട്ട് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ.